പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനാഥനല്ല, അനാഥയല്ല. ചോദിക്കാനും പറയാനും ആരുമില്ല, എനിക്ക് വേണ്ടി സംസാരിപ്പാൻ ആരുമില്ല എന്നൊന്നും പരിഭവപ്പെടണ്ട. നിങ്ങൾക്കൊരു അപ്പായുണ്ട്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ഒരു അപ്പ തൻ്റെ കുഞ്ഞിനെ കരത്തിൽ വഹിക്കുന്നത് എത്ര മനോഹരമായൊരു അനുഭവമല്ലേ. തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് നടത്തുന്നത് എത്ര സുരക്ഷിതത്വം നൽകുന്ന ഒരു അനുഭവമാണ്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 31-ാം വചനത്തിൽ ദൈവജനത്തോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ നടന്ന എല്ലാ വഴികളിലും ഇതുവരെ ഇവിടെ എത്തുവോളം ദൈവം നിങ്ങളെ വഹിച്ചു. എൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജസ്റ്റ് ആസ് എ ഫാദർ ക്യാരീസ് ഹിസ് സൺ. മകനെ വഹിക്കുന്നത് പോലെ. എങ്ങനെ വഹിക്കുക എന്ന് പറയുന്നത്? കയ്യിലെടുത്തല്ലേ, ക്യാരി ചെയ്യും. പ്രൈസ് ഗോഡ്. ഞാൻ അല്പസമയം ഇരുന്ന് ആ വചനം ധ്യാനിച്ചു. അതെ, കഴിഞ്ഞ നാളുകളിൽ അപ്പ തൻ്റെ കരത്തിൽ വഹിച്ചത് കൊണ്ടാ നാം ഇവിടെ എത്തിയത്, ഇത്രത്തോളം സുരക്ഷിതമായിരിക്കുന്നത്. നിൽക്കുവാൻ സാധ്യമല്ലാത്ത അനവധി പ്രതികൂലങ്ങൾ വന്നില്ലേ? മാനസിക നില തകർന്നു പോകുന്നത് പോലെയൊക്കെ തോന്നിയിട്ടില്ലേ? ഏകാന്തതയൊക്കെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? അടുത്ത നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പരിഭ്രമിച്ചു പോയ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചേ. അവിടെയൊക്കെ അപ്പ തൻ്റെ കുഞ്ഞിനെ വഹിച്ചതുപോലെ നിങ്ങളെ വഹിച്ചു. ചുറ്റും അടിച്ച കൊടുങ്കാറ്റ് നിങ്ങളെ തൊടാതെ വണ്ണം നിങ്ങൾ അപ്പായുടെ കരത്തിൽ സുരക്ഷിതമായിരുന്നു. ഇന്ന് ഇവിടെ വരെ എത്തിച്ച അപ്പായുടെ സാന്നിധ്യം ഇനി മേലാലും മുന്നോട്ട് കൊണ്ടുപോകും. ധൈര്യപ്പെട. ഇതുവരെ എത്തുമെന്ന് ചിന്തിച്ചതല്ലോ, തിരിഞ്ഞു ചിന്തിച്ചേ. കർത്താവ് കൊണ്ടുവന്നു, അപ്പ കരത്തിൽ വഹിച്ചു. ഇന്ന് ആ അപ്പായുടെ ശബ്ദം ഈ വചനത്തിലൂടെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടേ. ഇതുവരെ ഒരു കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ വഹിച്ച നമ്മുടെ പിതാവ് മേലാലും വഹിക്കും. ധൈര്യപ്പെട. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അതെ പിതാവേ, അപ്പാ എന്ന് വിളിക്കുവാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇതുവരെ ഉള്ളംകരത്തിൽ വഹിച്ച ഞങ്ങളുടെ അപ്പാ, ഇപ്പോഴും ഇനിയും മേലാലും അങ്ങ് ഞങ്ങളെ വഹിക്കണമേ. അങ്ങില്ലാതെ ഈ ലോകയാത്ര കഠിനമാ. അങ്ങയുടെ സാന്നിധ്യം, ആ വഹിക്കുന്ന കരം ഞങ്ങളൊന്ന് തിരിച്ചറിയട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആ കരമുള്ളത്, അവർ ആ കരത്തിനകത്ത് സുരക്ഷിതമായി ഇരിക്കുന്നത് ഇപ്പോൾ അവരൊന്ന് തിരിച്ചറിയട്ടപ്പാ. ആ ഒരു ഉറപ്പിപ്പോൾ കൊടുക്കണമേ. അങ്ങയുടെ ആ കരം ചിലർ സ്വർഗീയ ദർശനത്തിൽ കാണട്ടെ. അങ്ങയുടെ കരം എൻ്റെ പ്രിയപ്പെട്ടവരെ തൊടുന്നത് അവരുടെ ശരീരത്തിൽ ഒന്ന് അനുഭവിക്കട്ടെ. എല്ലാ അനാഥത്വവും മാറിപ്പോകട്ടെ. ഒരു ഡാഡി തൻ്റെ കുഞ്ഞിനെ കരത്തിൽ എടുത്തിരിക്കുന്നത് പോലെ പപ്പായുടെ കരത്തിൽ സുരക്ഷിതമായിരിക്കുന്നത് ഞങ്ങൾ അനുഭവിക്കട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരു നിമിഷം പോലും അങ്ങില്ലാതെ പറ്റില്ല. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, അപ്പായുണ്ട്, എനിക്കൊരു അപ്പായുണ്ട്. ഒന്ന് പറഞ്ഞ് ധൈര്യത്തോടെ, എനിക്ക് അപ്പായുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുതൽ വീണ്ടും നമ്മൾ ഇന്റർസെസറി പ്രെയർ ആരംഭിക്കുക. കഴിഞ്ഞ ഒരാഴ്ച, അതിന് മുന്നത്തെ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം ചലിച്ചു. എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകാൽ
ദൈവം ചെയ്യുന്ന വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം ചില ക്യാമ്പസുകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ സ്വർഗം അയച്ച ഉണർവിൻ്റെ ചില വീഡിയോസ് കാണുവാനിടയായി. അതെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്നു. നമുക്കൊരു അപ്പായുണ്ട്. അപ്പാന്ന് വിളിക്കുമ്പോൾ ചെവി തിരിച്ചു കളയത്തില്ല, കേട്ട് മറുപടി തരുന്ന അപ്പ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ അപ്പായുടെ കരം ചലിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ചില നിമിഷങ്ങൾ കഴിഞ്ഞ് ഇന്റർസെസറി പ്രേയറിൽ കാണാം. സൂം ലിങ്കും അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ബ്ലെസ് യു.